CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച ചേരുകയാണ്. ഈ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട എന്നറിയുന്നു. EP ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയും ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാക്കാൻ സാധ്യത. തെരഞ്ഞെടുപ്പ് ദിവസം CPIMനെ പിടിച്ചുകുലുക്കിയ EP ജയരാജൻ്റെ പ്രതികരണത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് പാർട്ടിക്കും നേതൃത്വത്തിനും. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ തിങ്കളാഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് തെരഞ്ഞെടുപ്പ് അവലോകനമാണ് അതിൻ്റെ മുഖ്യ ചർച്ച. അത് ഓരോ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ട് ശതമാനം കൂട്ടിയും കിഴിച്ചും ഈ വിജയസാധ്യതയൊക്കെ പരിഗണിക്കുന്നതാണ് ആ ചർച്ചയെങ്കിലും ആ ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചൂടുപിടിപ്പിക്കാൻ പോകുന്നത് EP ജയരാജൻ വിവാദമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ വിവാദം ചർച്ചയാകും. മാത്രമല്ല, അതിലെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ EP ജയരാജനെ പരസ്യമായി തള്ളിപ്പറഞ്ഞതോടുകൂടി ആ വിഷയം മറ്റൊരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ അതല്ലെങ്കിൽ മുന്നണി കൺവീനർ എന്ന നിലയിലെ ഒക്കെ EP ജയരാജന്റെ ഭാവി എന്താകും എന്നതുകൂടി തിങ്കളാഴ്ചത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർണായക ചർച്ചയായി മാറും. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വിവാദം വരുമ്പോൾ, അതല്ലെങ്കിൽ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദം വരുമ്പോൾ അതിലെ എതിർപ്പുകൾ ഉൾപ്പെടെ പാർട്ടിക്കുള്ളിൽ സംസാരിക്കുക എന്നുള്ളതാണ് രീതി. കടുത്ത പാർട്ടിയുടെ എല്ലാ നിയമങ്ങളും അതേപടി ഫോളോ ചെയ്യുന്ന മുഖ്യമന്ത്രിയൊക്കെ ആദ്യമായാണ് ഈ പാർട്ടി ഫോറത്തിൽ പോലും ചർച്ച ചെയ്യാതെ പരസ്യമായ ഒരു വിമർശനം EP-ക്കെതിരെ നടത്തിയത്. അതുൾപ്പെടെ ഉള്ളിലുള്ള അമർഷം എന്തായാലും നീറിപ്പുകയും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നുൾപ്പെടെ EP ജയരാജനെ മാറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം പാർട്ടി എടുക്കും. മാത്രമല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മാത്രമല്ല പ്രശ്നം. അത് നേരത്തെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ദല്ലാൽ നന്ദകുമാർ മറ്റു ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അത്തരത്തിൽ ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. അത് കൃത്യം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ തുറന്ന് സമ്മതിച്ചത് വലിയ ക്ഷീണമായി പാർട്ടിക്ക് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു തിരഞ്ഞെടുപ്പ് ദിവസം TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ VS അച്യുതാനന്ദൻ സന്ദർശിച്ചതിന്റെ അതേ ഇമ്പാക്ട് EP ജയരാജന്റെ ഈ തുറന്ന സമ്മതം ഉണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതിരോധത്തിലാക്കിയത്, വേണ്ട വിധത്തിൽ ജാഗ്രതയില്ലാതെ നിരന്തരം പരാമർശങ്ങൾ നടത്തുന്നതൊക്കെ നേരത്തെ തന്നെ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ എതിർപ്പിന് കാരണമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായത്. അത് തെരഞ്ഞെടുപ്പ് ദിവസമാണ് എന്നത് അതിൻ്റെ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നാണ് CPIMന്റെ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടി പോകാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും അത് സംബന്ധിച്ചൊരു തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമാകും കൈക്കൊള്ളുക. താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ശരിക്കും EP ജയരാജനോട് ഇന്നലെ ആളുകൾ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ദിവസമാണ്, വോട്ടിടുന്നതിൻ്റെ ദിവസമാണെന്ന് നോക്കാതെ തന്നെ പ്രകാശ് ജാവദേക്കറെ ഞാൻ കണ്ടു, എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇതേ ചോദ്യം പത്രക്കാർ പ്രകാശ് ജാവദേക്കറോട് ചോദിച്ചു. അദ്ദേഹം ഇരുത്തം എന്നൊരു ഒരു മന്ത്രിയാണ്, പൊളിറ്റീഷ്യനാണ്. അതിനുപരി അദ്ദേഹം ഒരു പരിസ്ഥിതിവാദിയാണ്. കുറേ അധികം കാലം വാർത്താവിതരണ വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. മന്ത്രി എന്ന നിലയിൽ 800-ലധികം TV ചാനലുകളുടെ നിയന്ത്രണം നടത്തിയത് അദ്ദേഹമായിരുന്നു. വളരെ പക്വതയോടെ അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണം, ഞാനിപ്പോൾ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ പാട്ടിന് വിട്ടു. എന്നാൽ EP ജയരാജൻ സത്യസന്ധത കൊണ്ടാണോ എന്നറിയില്ല, അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഫ്ലാറ്റിൽ വെച്ച് കണ്ടു, രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല, വെറുതെ കയറി ഇറങ്ങിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇന്നലെ മുഴുവൻ CPIMനെ